ഇന്ന് പാലിയോബോട്ടണി എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം പാലിയോബോട്ടണി എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ലീവ്സ് ഓഫ് ജിയോളജിക്കൽ പാസ്റ്റ്. അതല്ലേ നമ്മുടെ ഈ ഒരു ജിയോളജിക്കൽ പാസ്റ്റിലുണ്ടായിരുന്ന പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇല്ലാത്ത എന്താണ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ് പാലിയോബോട്ടണി. അതായത് ഫോസിൽസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് പാലിയോബോട്ടണി എന്ന് പറയുന്നത്. ഫോസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് ഓഫ് ഫോസിൽസ് നോക്കാം. ഇനി പാലിയോബോട്ടണിയും കൂടെ പാലിനോളജി എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പാലിനോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സ്പോർസ് ആൻഡ് പോളൻ ഗ്രെയിൻസ് ആണ് പാലിനോളജി എന്ന് പറയുന്നത്. ഫോസിൽസിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഫോസിൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നതാണ് പാലിയോബോട്ടണിയാണ്. ഇനി ടൈപ്സ് ഓഫ് ഫോസിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഫോസിലൈസേഷൻ, അതായത് ഫോസിലായി രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഫോസിൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെട്രിഫാക്ഷൻ ഉണ്ട്, പെട്രിഫാക്ഷൻ വരുന്നുണ്ട്. പിന്നെന്താണ് വരുന്നത്? ഓത്തിജനിക് പ്രിസർവേഷൻ വരുന്നുണ്ട് അല്ലേ. പെട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അതൊരു സ്റ്റോൺ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് അല്ലെ. ദിസ് ലിറ്ററലി മീൻസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു സ്റ്റോൺസ് ആണ്. ഇറ്റ് ഈസ് റെയറസ്റ്റ് ആണ് ബട്ട് മോസ്റ്റ് ഇൻഫോർമേറ്റീവ് ടൈപ്പ് ഓഫ് ഫോസിലാണ്. ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ളതാണ്, എന്നാൽ വളരെ കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ഈ ഇത്തരത്തിലുള്ള പെട്രിഫാക്ഷനുള്ള ഫോസിലിൽ നിന്നാണ് നമുക്ക് ധാരാളം വിവരങ്ങൾ കിട്ടുന്നത്. ഇൻ ദിസ് കേസിൽ നമ്മുടെ ഈ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഓർഗൻസ് ആയിക്കോട്ടെ, ടിഷ്യൂസ് ആയിക്കോട്ടെ, സെൽസ് ആയിക്കോട്ടെ, ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മിനറൽസ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ പെട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിനറൽ ഡിപ്പോസിഷൻ അതിന് പറയുന്ന പേരാണ് പെർ മിനറലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻ ദിസ് കേസ് ദ ടിഷ്യൂസ് ആർ partially replaced by mineral matters with the preservation of the cellular structures. It is also called permineralization എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ഫോളോഡ് ബൈ precipitation ഓഫ് soluble minerals ലൈക്ക് സിലിക്കേറ്റ്സ് ആകാം, കാർബണേറ്റ്സ് ആകാം, സൾഫേറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. ഏത് മിനറൽസ് ആണ് അല്ലെങ്കിൽ അയൺ കോമ്പൗണ്ട്സ് ആകാം, ഏത് മിനറൽസ് ആണ് അത് ഇന്റർ സെല്ലുലാർ സ്പേസസിലേക്ക് എന്താണ് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് അത് അവിടെ ഒരു ഫോസിലായിട്ട് രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ഇൻ ദിസ് വേ, ഈ രീതിയിൽ ദ ഹോൾ ടിഷ്യൂ ആൻഡ് ഓർഗൻസ് ഗെറ്റ് പെട്രിഫൈഡ് വിത്ത് ഓൾ ഇറ്റ്സ് സെല്ലുലാർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് പെട്രിഫാക്ഷൻ, അതായത് മിനറൽസ് ഡിപ്പോസിഷൻ നടത്തുന്നതാണ് പെട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പെർമിനറലൈസേഷൻ നമ്മൾ പറഞ്ഞു. പെർമിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള മിനറൽസ് ഈ ഒരു സെല്ലുകളിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സിനെയാണ് പെർമിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു വുഡിന്റെയൊക്കെ കേസിലാണെങ്കിൽ ഇപ്പൊ വുഡിന്റെ സെല്ലുകളുടെ ഇടക്കോട്ട് ചിലപ്പോൾ സിലിക്ക മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ നോൺ സിലിക്കേറ്റ്സ് ആകാം, അല്ലെങ്കിൽ പോളിമോർഫ് ഓഫ് സിലിക്ക ആകാം. ഇതൊക്കെ ഇങ്ങനെ ഒരു രൂപാന്തരം സംഭവിക്കുന്നു. ഇതിനെയാണ് പെർമിനർ. അപ്പൊ ആ ഒരു ഊർന്ന് അരിച്ചിറങ്ങി മിനറൽസ് അരിച്ചിറങ്ങി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അതാണ് പെർമിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മിനറലൈസേഷൻ, ഈ ഒരു ഫോസിലിന്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഈ അവൈലബിലിറ്റി ഓഫ് ഡിസോൾഡ് എലമെന്റ്സ്, അതുപോലെ pH, EH ആൻഡ് ബറിയൽ ടെമ്പറേച്ചർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ദ വുഡ് ആൻഡ് അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമൈനിങ് മിനറലൈസേഷൻ. അപ്പോൾ ഇത്രയും, അതായത് അവൈലബിലിറ്റി ഓഫ് ഡിസോൾവ്, എന്തൊക്കെ ആ എലമെന്റ്സ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, pH എന്താണ്, EH, അതുപോലെ ബറിയൽ ടെമ്പറേച്ചർ, അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ദ വുഡ് ആൻഡ് അനാട്ടമിക്കൽ ഫീച്ചേഴ്സ്, ഇതെല്ലാം എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? ഈ ഒരു മിനറലൈസേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. വെൻ precipitation occurs in several episodes, fossil woods may have complex mineralogy. ഇനി നെക്സ്റ്റ് കോൾ ബോൾസ് ആണ്. കോൾ ബോൾസും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? ഈ പെട്രിഫാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് കോൾ ബോൾസ് എന്ന് പറയുന്നത്. കോൾ ബോൾസ് എന്ന് പറഞ്ഞാൽ വളരെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് പെട്രിഫാക്ഷൻ ഈസ് ദ കോൾ ബോൾ. കോൾ ബോൾസ് ആർ കാൽസിഫൈഡ് ഫോസിലാണ്. കോൾ ബോൾസ് എന്ന് പറഞ്ഞതാണ് കാൽസിഫൈഡ് ഫോസിൽസ് ഫോംഡ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പം കാൽസ്യം കാർബണേറ്റിന്റെ ഡിപ്പോസിഷൻ വഴി എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോസിൽ രൂപപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോൾ ബോൾസ് എന്ന് പറയുന്നത്. ദേ ആർ മോർ ഓർ ലെസ് എന്താണ് റൗണ്ടഡ് ബോഡീസ് ഓഫ് 20 to 40 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇൻ ദ പീരിയഡ്സ് ഓഫ് കാർബോണിഫറസ് പീരീഡിൽ അല്ലെ,
കോൾബോണിഫറസ് പീരീഡിൽ കൂടുതലായിട്ട് ഈ കോൾ ബോൾസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ കോൾ ബോൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് പ്ലാന്റ്സ് ഫ്രാഗ്മെന്റ്സ് എംബഡഡ് വിത്തിൻ എ കാൽസ്യം കാർബണേറ്റ് മാട്രിക്സ്. അതായത് ഒരു കാൽസ്യം കാർബണേറ്റിന്റെ മാട്രിക്സിലോട്ട് ഈ പ്ലാന്റ്സിന്റെ ചിലപ്പോൾ ഫ്രാഗ്മെന്റ്സ് ആകാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗങ്ങളാകാം, ഇതൊക്കെ ഈ കാൽസ്യം കാർബണേറ്റിന്റെ മാട്രിക്സിലോട്ട് വന്ന് വീഴും. ഇത് വിച്ച് ഓൺ എന്താണ് ഡിസെക്ഷൻ റിവീൽസ് ദ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഓർഗൻ. ഇതിന്റെ ഡിസെക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആ പ്ലാന്റ്സിന്റെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ കൂടുതലായിട്ടും ഈ കോൾബോൾസ് കിട്ടുന്നത് കാർബോണിഫറസ് പീരീഡിലാണ് കൂടുതലും കോൾബോൾസ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പീരീഡിലെ ഇതാണ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരു മെത്തേഡ്, പെട്രിഫാക്ഷൻ കഴിഞ്ഞു. അതുപോലെ മറ്റൊരു മെത്തേഡാണ് ഓർജിജനിക് പ്രിസർവേഷൻ അല്ലെങ്കിൽ സിമെന്റേഷൻ എന്ന് പറയും. സിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻ കേസിൽ ഈ ഒരു സർഫസ് മോർഫോളജിയാണ് ഇവിടെ പ്രിസർവ് ചെയ്യുന്നത്. അതായത് ഒരു ബേസിക്കലി ഒരു ഈ പ്രോസസ്സിന് അറിയപ്പെടുന്ന പേരാണ് സിമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ദ ഡീക്കേയിങ് പ്ലാന്റ് മെറ്റീരിയൽസ് ഡെവലപ്പ് ഇലക്ട്രിക്കൽ ചാർജസ്. അപ്പോൾ പ്ലാന്റ് മെറ്റീരിയൽസ് താഴെ വീണ് കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ചാർജ് ഡെവലപ്പ് ചെയ്യുകയും അത് അട്രാക്ട് ഓപ്പോസിറ്റ്ലി ചാർജിന് മിനറൽ പാർട്ടിക്കിൾസ്, അത് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള മിനറൽ പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുകയും കമ്പോസ്ഡ് ഓഫ് അയൺസ് ആൻഡ് കാർബണേറ്റ്സ് ഡിപ്പോസിറ്റ്സ്. ദീസ് മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ആൻഡ് ബിക്കം സിമെന്റഡ് അറൌണ്ട് ദ പ്ലാന്റ് ഓർഗൻ. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള മിനറൽസ് അട്രാക്ട് ചെയ്യപ്പെടുകയും അത് ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ പ്ലാന്റ് ഓർഗൻസിന്റെ ആ ഒരു ഭാഗങ്ങളിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോസിൽസ് ആണ് ഇത് വഴി ഉണ്ടാകുന്നത്. ഒരു മെത്തേഡാണ് സിമെന്റേഷൻ വഴി ഉണ്ടാകുന്ന. ഒന്ന് ആണ് ഇംപ്രഷൻ എന്ന് പറയും, മറ്റൊന്ന് മോൾഡ് ആണ്, മറ്റൊന്ന് കാസ്റ്റ് ആണ് അല്ലെ. ഇംപ്രഷൻ നമുക്കറിയാം എന്താണ്? ദ നെഗറ്റീവ് ഇംപ്രിൻസ് ഓഫ് ദ മോർഫോളജിക്കൽ സ്ട്രക്ചർ ഓഫ് ഫ്ലാറ്റ് 2-dimensional ഓർഗൻസ് ആണ്, ലൈക്ക് ലീവ്സ്, അതുപോലെ സ്പോറോഫിൽസ്. ലീവ്സിന്റെയും സ്പോറോഫിൽസിന്റെയും ഒക്കെ ഇംപ്രഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഒരു കൈ മണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ആ കൈയുടെ പാട ഇവിടെ വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മുടെ വീനേഷൻ നമുക്ക് ഇപ്പൊ ലീവ്സ് അതുപോലെ വന്ന് വീണ അതിന്റെ ഇംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ആ വീനേഷൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംടൈംസ് ദ മോർഫോളജി ഓഫ് എപ്പിഡെമൽ ഹെയർസ് ആർ ഓഫൺ പ്രിസർവ്ഡ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് എന്താണ്? സ്ഫീനോപ്റ്ററിസ്, ന്യൂറോപ്റ്ററിസ്, അതുപോലെ ടീറോഫില്ലം. അതൊക്കെ ഈ ഇംപ്രഷൻ ടൈപ്പ് ഓഫ് ഫോസിൽസിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു ടൈപ്പ് സിമെന്റേഷന്റെ രണ്ടാമത്തെ ടൈപ്പാണ് മോൾഡ് എന്ന് പറയും. മോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഇൻ കേസ് ഓഫ് 3-dimensional ഓർഗൻസ്. ഇതെന്ന് പറഞ്ഞാൽ 3D ആണ്. മറ്റേത് നമ്മൾ 2D ആണ് പറഞ്ഞത് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് 3 dimensional ആണ്. അതിന് എക്സാമ്പിൾ സച്ച് ആ സ്റ്റെം, ഉദാഹരണം സ്റ്റെം ആണ്. വെൻ പ്ലാന്റ് പാർട്സ് ഫാൾ ഓൺ ദ ഗ്രൗണ്ടിൽ പ്ലാന്റ് പാർട്സ് വീണ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം സറൗണ്ടഡ് ബൈ റോക്സ് ഫോമിംഗ് മെറ്റീരിയൽസ്. അതിനെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റോക്ക് ഫോമിംഗ് മെറ്റീരിയൽസ് വന്ന് സറൗണ്ട് ചെയ്യുകയും ഇത് വിച്ച് ലേറ്റർ എന്ത് ചെയ്യുന്നു? സോളിഡിഫൈ ചെയ്യുന്നുണ്ട്. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ദ പ്ലാന്റ് ഓർഗൻസ് ബിക്കംസ് ഡീകമ്പോസ്ഡ് ലീവിങ് എ ഹോളോ ക്യാവിറ്റി ഇൻസൈഡ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പ്ലാന്റ് ഓർഗൻ നമുക്കറിയാം ഇതിന് ചുറ്റും ഒരു എന്താണ് റോക്ക് ഫോമിംഗ് മെറ്റീരിയൽസ് വന്ന് സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറേ കാലം ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റ് ഓർഗൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. കാരണം അവിടെ ഒരു ഹോളോ ഫോം ചെയ്യും. ദിസ് ഹോളോ ക്യാവിറ്റി ലൈക്ക് സ്ട്രക്ചർ ഈസ് ദ മൗൾഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോളോ ക്യാവിറ്റി ആണ് മൗൾഡ് എന്ന് പറയുന്നത്. വിച്ച് ഓൾസോ കണ്ടെയ്ൻസ് ദ നെഗറ്റീവ് ഇംപ്രിൻസ് ഓഫ് ദ സർഫേസ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻസ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? നെഗറ്റീവ് ഇംപ്രിൻസ് ഓഫ് ദ സർഫസ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻ. ആ ഏത് ഓർഗനാണോ അതിന്റെ സർഫസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മോൾഡിലൂടെ സഹായിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ലെപ്പിഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ലെപ്പിഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മോൾഡ് ടൈപ്പ് ഫോസിലാണ്. നെക്സ്റ്റ് ടൈപ്പാണ് കാസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രസ്റ്റേഷൻ എന്ന് പറയും. ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഇൻ കോഴ്സ് ഓഫ് ടൈം ദ ഹോളോ മോൾഡ്, ഈ മോൾഡ് കാലക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോൾഡിൽ ഒരു ഹോളോ പാർട്ട് ഉണ്ടല്ലോ, ഇത് പതുക്കെ ഫിൽഡ് വിത്ത് സിമെന്റിങ് മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് സിലിക്ക, ക്ലേ, ലൈം, ഇതെല്ലാം വന്നിട്ട് എന്ത് ചെയ്യും? ഫിൽ ചെയ്യും. അപ്പൊ ഇത് പിന്നീട് എന്ത് ചെയ്യും? ലിത്തിഫൈഡ് ആയിട്ട് മാറും ആൻഡ് മോർ സോളിഡ് ദാൻ ദ എക്സ്റ്റേണൽ മെറ്റീരിയൽ. പുറമേയുള്ള മെറ്റീരിയലിനേക്കാളും കുറെ കൂടി എന്തായിട്ട് മാറും? സ്ട്രോങ് ആയിട്ട് മാറുകയും ലേറ്റർ ഇതെന്താണ്? ദ എക്സ്റ്റേണൽ മെറ്റീരിയൽ മേ ബി എന്താണ്? ഇറോഡഡ് ലീവിങ് ദ എക്സാക്ട് റെപ്ലിക്ക ഓഫ് ദ ഒറിജിനൽ പ്ലാന്റ് ഓർഗൻ. അപ്പം ഈ എക്സ്റ്റേണൽ മെറ്റീരിയൽസ് നമ്മൾക്ക് മാറ്റുകയാണെങ്കിൽ ആ തടിയുടെ അല്ലെങ്കിൽ ആ ഒരു വുഡാണ് അവിടെ വീണെങ്കിൽ അതിന്റെ കൃത്യം എക്സ്ട്രാക്ട് ഉള്ള ഒരു സ്ട്രക്ചർ, ഒരു
റെപ്ലിക്ക നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് കാസ്റ്റ് ഓർ ഇൻക്രസ്റ്റേഷൻ എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ ആണ് സ്റ്റംപ് കാസ്റ്റ് ഓഫ് ലൈക്കോപോഡ്, സ്റ്റിഗ്മാരിയ. അതാണ് കാസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ഫോസിൽ ഫോർമേഷന്റെ ടൈപ്സ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്